ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, യേശുവിനെ നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇവൻ ആരാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഏതാണ്ട് 3 വർഷക്കാലം ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നിട്ടും അവർക്കൊരിക്കലും യേശുവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അവർ അനേക അത്ഭുതങ്ങൾ കണ്ടു, യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ അവർ കേട്ടു, ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ ഗുരുവിൽ നിന്നും മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പറയാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അങ്ങനെ വഞ്ചിയിൽ അവർ ഗലീലിയ കടലിലൂടെ അക്കരയ്ക്ക് പോകുമ്പോൾ കൊടുങ്കാറ്റുണ്ടാകുന്നു, തിരമാലകൾ ഉയരുന്നു. വഞ്ചിയിൽ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ പത്രോസും കൂട്ടുകാരും കൂടെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഈ സമയത്ത് കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. ഇതാണ് രംഗം. എല്ലാം ശാന്തമാകുന്നു. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവൻ ആരാണ് എന്ന് ചോദിച്ചതിൽ നിന്നും യേശു ആരാണെന്ന് അറിയാതെയാണ് ശിഷ്യന്മാർ അവൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. യേശു ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് യേശുവിൻ്റെ ജോലിക്ക് വേണ്ടി യേശു വിളിച്ചപ്പോൾ അവർ ഇറങ്ങിത്തിരിച്ചത്. യേശു ആരാണെന്ന് രുചിച്ചറിയാതെയാണ് അവർ ദൈവരാജ്യം പണിയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, അവർക്ക് കടലിനെ പറ്റി മതപരമായ അറിവുണ്ടായിരുന്നു. അവരിൽ മിക്കവരും മത്സ്യത്തൊഴിലാളികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കടലിനെ പറ്റി ഒത്തിരി മതപരമായ നോളജ് ഉണ്ടായിരുന്നു. കടലിനെ സൃഷ്ടിച്ചത് ദൈവമാണ്, കാറ്റിനെ സൃഷ്ടിച്ചത് ദൈവമാണ്, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്നൊക്കെ അവർ മതപഠന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടലിൻ്റെ നിയന്ത്രണം കർത്താവ് ഏറ്റെടുത്തപ്പോഴാണ് കാര്യങ്ങൾ കുഴയുന്നത്. കർത്താവ് ആരാണ് എന്നിവർ അത്ഭുതത്തോടെ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവ് ആരാണെന്നറിയാതെ നമുക്കും കർത്താവിൻ്റെ ജോലിക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. നമുക്കും ക്രിസ്ത്യാനികളെന്ന് അഭിമാനിച്ചുകൊണ്ട് ക്രിസ്തീയ സഭയുടെ ഉള്ളിൽ ഇവൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്കും ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ ജനങ്ങളിലൂടെ, തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇവൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്കും വേണമെങ്കിൽ ഒന്നും അറിയാത്തവരെ പോലെ ജീവിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിലാണോ നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. യേശു ആരാണ് എന്നറിയാതെ യേശുവിൻ്റെ സഭയിൽ മെമ്പർഷിപ്പ് ഉള്ളവർ, യേശുവിൻ്റെ സഭയിലായിരിക്കുന്നവർ, ക്രിസ്തീയ കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇവൻ ആരാണ് എന്നാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്, നമ്മൾ വീണ്ടും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഇവൻ മറിയത്തിൻ്റെ മകനും ശിമയോൻ, യൂദാസ്, യോസെ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും നമ്മോടുകൂടെ ഇല്ലേ? പ്രിയപ്പെട്ടവരെ, യേശുവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിഷയത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. നസറത്തിലെ ജനങ്ങൾക്ക് യേശുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു. യേശുവിൻ്റെ തൊഴിൽ എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. യേശുവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് അവർക്ക് അറിയാമായിരുന്നു. യേശുവിൻ്റെ കുടുംബം എന്താണെന്ന് അറിയാമായിരുന്നു. യേശുവിൻ്റെ ബന്ധുക്കൾ ആരാന്നറിയാമായിരുന്നു. അപ്പൻ്റെയും അമ്മയുടെയും പേരവർക്ക് അറിയാമായിരുന്നു. ഒക്കെ അവർക്കറിയാമായിരുന്നു. എങ്കിലും അവർക്ക് യേശുവിനെ അറിയില്ലായിരുന്നു. ഇവൻ ആ മരപ്പണിക്കാരനല്ലെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യം കേട്ട ചോദ്യം എന്താണ്? ഇവൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇവർ പറയുകയാണ്, ഇവൻ മരപ്പണിക്കാരനല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ യേശുവിൻ്റെ പൊക്കം, യേശുവിൻ്റെ വണ്ണം, യേശുവിൻ്റെ നിറം, യേശുവിൻ്റെ ആരോഗ്യം, ഇതെല്ലാം പുറമേ നിന്ന് നോക്കിയ ജനം യേശുവിനെ വിലയിരുത്തിയത് ഇങ്ങനെയാണ്: ഇവൻ വെറും ഒരു മരപ്പണിക്കാരനാണ്. ഇതുപോലെ ലോകത്തിൽ അനേകർ യേശുവിനെ പറ്റി പലതും പറയുന്നുണ്ട്. യേശു പ്രവാചകനാണ് എന്ന് പറയുന്നവരുണ്ട്, യേശു നല്ല മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ട്, യേശു സോഷ്യലിസ്റ്റാണ് എന്ന് പറയുന്നവരുണ്ട്, യേശു കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്നവരുണ്ട്, യേശു ഏറ്റവും വലിയ തത്വചിന്തകനാണെന്ന് പറയുന്നവരുണ്ട്, ലോകം കണ്ട ഏറ്റവും വലിയ മത നേതാവാണെന്ന് പറയുന്നവരുണ്ട്, ലോകം കണ്ട ഏറ്റവും നല്ല അവതാരമാണെന്ന് പറയുന്നവരുണ്ട്, നല്ലൊരു ഗുരുവാണെന്ന് പറയുന്നവരുണ്ട്.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശുവിനെ പറ്റി ലോകത്തിലെ ജനങ്ങളും ലോകത്തിലെ സംസ്കാരങ്ങളും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും യഥാർത്ഥത്തിൽ യേശു അല്ല. യേശുവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ യേശുവിനെ അറിയാതെ പോകുന്ന അപകടം ഇവിടെ വീണ്ടും സംഭവിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമുക്കറിയാം, യേശു ബെത്ലഹേമിൽ ജനിച്ചു, യേശു നസറത്തിൽ ജീവിച്ചു, യേശു കാലിത്തൊഴുത്തിൽ പിറന്നു, യേശു കാൽവരിയിൽ മരിച്ചു, യേശു 3-ാം ദിവസം ഉയർത്തു, യേശു സ്വർഗാരോഹണം ചെയ്തു. ഇതെല്ലാം നമ്മൾ കാണാതെ പറയുമ്പോഴും ഇതെല്ലാം യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പറയുമ്പോഴും യേശുവിനെ അറിയാതിരിക്കാൻ നല്ലൊരു സാധ്യത നമുക്കുണ്ട്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗികളെ കാണുമ്പോൾ ചുംബിക്കുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങളോട് കരുണ കാണിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒന്ന് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി സംസാരിക്കുന്ന പോലെ, പ്രിയപ്പെട്ടവരെ, ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ദ ലോർഡ് ഈസ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിനെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. കർത്താവിനെ രുചിച്ചറിയാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതായത് കർത്താവിനെ നമുക്ക് അനുഭവത്തിൻ്റെ തലത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വീണ്ടും നമ്മൾ കാണുന്നു, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, അല്ലെങ്കിൽ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മൾ മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്. ഇതൊന്ന് അറിയണമെങ്കിൽ ഞാൻ നിങ്ങൾ അല്പം പുറകിലേക്ക് കൊണ്ടുപോവുകയാണ്. യേശു ക്രിസ്തുവിന് 12 വയസ്സ് പ്രായമുള്ള സമയത്ത് അവനെ 3 ദിവസത്തേക്ക് കാണാതായി. 3-ാമത്തെ ദിവസം കണ്ടുമുട്ടുമ്പോൾ, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് പരിശുദ്ധ അമ്മ വളരെ വേദനയോടെ ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ജോലികളിൽ വ്യാപൃതനാകേണ്ടവനല്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനാണ്, എൻ്റെ പിതാവ് ദൈവമാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഞാനും പിതാവും തമ്മിൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ ഒന്നാണ്. ഞാനിവിടെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, എൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനും പിതാവും തമ്മിലുള്ള ബന്ധം അത്ര പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതല്ല. ഞാൻ പിതാവിൻ്റേതാണ് എന്ന് 12 വയസ്സുള്ള യേശു അന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. യേശു അന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൺഫർമേഷനാണ്, അതായത് സ്ഥിരീകരണമാണ്. ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാൻ്റെ മുൻപിൽ യേശു സ്നാനപ്പെടുന്ന സമയത്ത് യേശു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരികയും ഈ സമയത്ത് എല്ലാ ജനങ്ങളും കേൾക്കെ പിതാവായ ദൈവം ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ്: This is my beloved son whom I am well pleased. ഇത് എൻ്റെ പൊന്നോമന പുത്രൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അവിടുത്തെ ജനങ്ങളോട് പറയാണ്, ഇത് വെറും ഒരു തച്ചനല്ല, ഇത് വെറും മറിയത്തിൻ്റെ മകനല്ല, നിങ്ങൾ പറയുന്നത് പോലെ ജോസേ, യൂദ, ശിമിയോൻ എന്നിവരുടെ സഹോദരനല്ല, ഇത് എൻ്റെ മകനാണ്, ഇതെൻ്റെ പൊന്നോമന പുത്രനാണ്, ഇത് സാധാരണ മനുഷ്യനല്ല, നിങ്ങളുടെ കൂടെ മേശയും കസേരയും ഒക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു തച്ചനല്ല, ഇത് എൻ്റെ പൊന്നോമന പുത്രനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് കാര്യങ്ങൾ വ്യത്യസ്തമാകുന്നത്. ദൈവം നമുക്ക് യേശു ക്രിസ്തുവിനെ ഉച്ചത്തിൽ പരിചയപ്പെടുത്തി തരുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. യേശു സാധാരണക്കാരനല്ല. തിരുവചനം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരുണ്ടെന്ന് എനിക്കറിയാം. ഇതിൽ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്: യേശു ശരിക്കും ആരാണ്? പ്രിയപ്പെട്ടവരെ, ഹൂ ഈസ് ജീസസ്? യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഉള്ളിലായിരുന്ന ശബ്ദം, ഉള്ളിലായിരുന്ന വചനം, അതാണ് യേശു ക്രിസ്തു. അതായത് യേശുവും പിതാവും ഒന്ന് തന്നെയാണെന്നാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും യാതൊരു സംശയവും വേണ്ട. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 14:9 യേശു പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും വ്യക്തമായിട്ട് യേശു പറഞ്ഞു കഴിഞ്ഞിരിക്കെ ഇനി എന്തിനാണ് നമ്മളിതിനെ വ്യാഖ്യാനിച്ച് അതും ഇതും പറഞ്ഞു നടക്കുന്നത്? വ്യാഖ്യാനിച്ച് നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ വാക്കുകളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പറയാനുള്ള ധൈര്യമുണ്ടോ? ഞാനും പിതാവായ ദൈവവും ഒന്നാണ് എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല.
എനിക്കില്ല. കാര്യം നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഉറപ്പുള്ളത് കൊണ്ടും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൊണ്ടും യേശു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10:30 യേശു പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. തോമസ് ലീഹ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മാത്രം മതി. പീലിപ്പോസും ചോദിക്കുന്നുണ്ട്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മാത്രം മതി. വഴി ഏതാണ്? സത്യം ഏതാണ്? പിതാവിലേക്കുള്ള വഴി ഏതാണ്? അപ്പോഴാണ് യേശു പറയുന്നത്, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ആരാണ് എന്നറിയണമെങ്കിൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കിയാൽ മതി. അവിടുന്ന് ദൈവത്തിൻ്റെ പൊന്നോമനപുത്രൻ, അതായത് അവിടുന്ന് ദൈവമാണ്. നാലാമതായിട്ട് നമ്മൾ കാണുന്നു യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഞാൻ ചെയ്ത സകല കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ, ഇവനായിരിക്കുമോ ക്രിസ്തു. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സമരിയാക്കാരി സ്ത്രീ പറയുന്ന ഒരു മനോഹരമായ ഒരു വചനഭാഗമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ്, 5 പുരുഷന്മാരോടൊപ്പം ജീവിച്ചിട്ട് 6ാമതൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്ന അവളെ തേടി യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെ സുവിശേഷമായിട്ട് എത്തുന്നു. യേശു അവളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു. ആർക്കും അറിയില്ല എന്ന് കരുതിയ കാര്യങ്ങൾ പോലും യേശു വിളിച്ചു പറയുന്നു. അങ്ങനെ ആ സംഭാഷണത്തിൻ്റെ ഒടുവിൽ അവൾ യേശുവിനെ മിശിഹായായിട്ട് തിരിച്ചറിയാൻ അവൾ കുടം അവിടെ വച്ചിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് പോയി സാക്ഷ്യം പറയുന്ന ഭാഗമാണിത്. അവിടെ ചെന്നിട്ട് അവൾ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നോട് വന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ കാണുവിൻ, അവനായിരിക്കുമോ ക്രിസ്തു, അവനായിരിക്കുമോ മിശിഹ. പ്രിയപ്പെട്ടവരെ, അവൾ യേശുവിനെ ലോകരക്ഷകനായി തിരിച്ചറിഞ്ഞു. നമ്മൾ കർത്താവിനെ ദൈവപുത്രനായിട്ട് മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ, നമ്മൾ കർത്താവിനെ എൻ്റെ രക്ഷകനായിട്ട് തിരിച്ചറിയണം. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് താഴെ നമ്മുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും സഭ സ്ഥാപിതമായിരിക്കും തന്നെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സത്യം പ്രഘോഷിക്കാനാണ് സഭയെ ദൈവം സ്ഥാപിച്ചത്. സത്യം പ്രഘോഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഭ ഈ ലോകത്തിൽ നിലനിൽക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ടായിരുന്നു. കർത്താവിന് ഒരു സഭയെ കൂടെ ഭൂമിയിൽ സ്ഥാപിക്കേണ്ട കാര്യമില്ലായിരുന്നു. മറ്റൊരു മതവും കൂടെ സ്ഥാപിക്കാനല്ല യേശു ക്രിസ്തു വന്നത്, പകരം രക്ഷ നൽകാനാണ് യേശു ക്രിസ്തു വന്നത്. ദൈവരാജ്യം നൽകാനാണ് യേശു ക്രിസ്തു വന്നത്. പാപിയായ മനുഷ്യനെ പൊക്കിയെടുക്കാനാണ് യേശു വന്നത്. അവനെ ദൈവമകനും ദൈവമകളുമാക്കി മാറ്റാനാണ് യേശു വന്നത്. അവന് നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി കൊടുക്കാനാണ് വന്നത്. അവന് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം മടക്കി കൊടുത്ത് അവനെ സ്വർഗത്തിൻ്റെ പൗരനാക്കി മാറ്റാനാണ് യേശു ക്രിസ്തു വന്നത്. അതാണ് ലോകരക്ഷകൻ. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ശരിക്കും ദൈവത്തെ തേടിയവർക്കെല്ലാം യേശു ക്രിസ്തു രക്ഷകനായിട്ട് വരുമെന്നുള്ള ഒരു വെളിപാട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലോകത്തിലെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് സോക്രട്ടീസ്. അദ്ദേഹം പറയുന്നുണ്ട്, ജ്ഞാനം മനുഷ്യനായി അവതരിക്കും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിസ്ഡം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനത്തിൽ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അപ്പോൾ സോക്രട്ടീസ് യേശുവിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വലിയൊരു തത്വചിന്തകനാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടിയ ഒരു സത്യം പറയുകയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യനായിട്ട് അവതരിക്കും. ഇനി യേശുവിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മറ്റൊരു ഫിലോസഫറാണ് പ്ലേറ്റോ. അദ്ദേഹം പറയുന്നുണ്ട്, സത്യം മനുഷ്യനായി അവതരിക്കും, ആ അവതരിക്കുന്ന സത്യത്തെ ലോകം കൊന്നുകളയുകയും ചെയ്യും. സത്യം മനുഷ്യനായി അവതരിക്കും, ആ സത്യത്തെ ലോകം കൊന്നുകളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എല്ലാ സംസ്കാരങ്ങളിലും ഭാരതത്തിലെ നല്ലവരായ മഹർഷിമാർ കാടുകളിൽ പോയിരുന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വരുമെന്നുള്ള അടയാളങ്ങൾ അവരിൽ പലർക്കും കിട്ടിയതായി നമ്മൾ കേട്ടറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് സത്യമുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ അവൻ ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവനായാലും അവൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും കർത്താവിനെ കണ്ടെത്തുമെന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ന്റെ 13-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. കാരണം ലോകത്തിലെ സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അവരെല്ലാവരും രക്ഷ അറിയണമെന്നും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും നിറഞ്ഞവരായി തീരണമെന്നും സ്വർഗത്തിലെ പിതാവ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിമോത്തിക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ
ഈ സമരിയാക്കാരി സ്ത്രീ യേശു ക്രിസ്തുവിനെ ലോകരക്ഷിതാവായി തിരിച്ചറിഞ്ഞു. ആ സത്യം അവൾ പ്രഘോഷിക്കുമ്പോൾ ആ സമരിയ പ്രദേശത്തെ ജനങ്ങളെല്ലാവരും തിരിച്ചു വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയും തങ്ങളോടൊപ്പം 3-4 ദിവസം താമസിക്കണമെന്നും അവരാവശ്യപ്പെടുന്നു. യേശു അതനുസരിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ 5-ാമതായിട്ട് കാണുകയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, വീണ്ടും ശിഷ്യന്മാർക്ക് ഒരു അനുഭവം കൂടെ കിട്ടുകയാണ്. യേശു ഇല്ലാതെ അവർ വഞ്ചിയിൽ കടലിൻ്റെ മറുകരയ്ക്ക് പോകുമ്പോൾ രാത്രിയിൽ വീണ്ടും കൊടുങ്കാറ്റടിക്കുന്നു. യേശു കടലിൻ്റെ മുകളിലൂടെ നടന്നു വന്ന് കാറ്റിനെ ശാസിക്കുന്നു, കടൽ തിരമാലകളെ ശാന്തമാകാൻ പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു സംഭവം ഞാൻ ആദ്യം പറഞ്ഞു, മർക്കോസ് 4:41. ഇവൻ ആരാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കുറേ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം വീണ്ടും ഇതുപോലൊരു കൊടുങ്കാറ്റിനെ കർത്താവ് ശാസിക്കുന്നു, കടലിൻ്റെ മുകളിൽ കൂടി നടന്നു വരുന്നു. ഈ സമയത്ത് അവർ യേശുവിനെ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് സത്യമായി നീ ദൈവപുത്രനാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ അറിയുന്നത് പടിപടിയായിട്ടുള്ള ഒരു വളർച്ചയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ ഇവൻ ആരാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറയുന്നവർ ഇതാ കുറേ നാളുകൾക്ക് ശേഷം യേശു വീണ്ടും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുമ്പോൾ നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് യേശുവിനെ ആരാധിക്കുന്ന രംഗം കാണുക. ദാറ്റ് മീൻസ് അവരുടെ ഉള്ളിലുള്ള ബോധ്യത്തിൽ, അവരുടെ ഉള്ളിലുള്ള വെളിച്ചം, വെട്ടം, അത് കുറെ കൂടെ മനോഹരമായിട്ട് പ്രകാശിക്കുന്നതായിട്ടാണ് കാണുന്നത്. യേശുവിനെ അവർ കൂടുതലായിട്ട് രുചിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വചനഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, യേശുവിനെ രുചിച്ചറിയാതിരുന്ന എൻ്റെ ബാല്യനാളുകൾ. പള്ളിയിൽ പോകാൻ അന്ന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ദൈവാനുഭവങ്ങൾ അങ്ങനെ പ്രകടമാകത്തക്ക തരത്തിലൊന്നും ഇല്ലെങ്കിലും പള്ളിയിൽ നമ്മൾ പോകുന്നു എങ്കിലും എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ചിന്തകൾ പലപ്പോഴും കടന്നു വരുന്നു. യേശുവിനെ ഏകരക്ഷകനായിട്ട് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. യേശു എങ്ങനെയാണ് ലോകരക്ഷകനാകുന്നതെന്ന് അറിയത്തില്ല, യേശു എങ്ങനെയാണ് എൻ്റെ രക്ഷകനാകുന്നതെന്ന് അറിയത്തില്ല. എങ്കിലും യേശുവിനോട് സ്നേഹമാണ്. കുരിശ് രൂപം കാണുമ്പോൾ ഒരു സ്നേഹം. പക്ഷെ ഉള്ളിൽ ചോദിക്കുന്നുണ്ട് പലപ്പോഴും, ഇവൻ ആരാണ്? ശിഷ്യന്മാർ ചോദിച്ച അതേ ചോദ്യം തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഒരു നവീകരണ ധ്യാനത്തിന് പോകാനായിട്ട് ദൈവം ഇടവരുത്തുന്നു. അവിടെ വചനത്തിൻ്റെ പൊരുളുകൾ ദൈവദാസന്മാർ നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ശുശ്രൂഷയാണെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ക്രിസ്തുവിനെ പ്രകാശിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ് 1994 നവീകരണ ധ്യാനത്തിൽ വെച്ചാണ് ഞാൻ യേശു ക്രിസ്തുവിനെ രുചിച്ചറിയുന്നത്. അന്ന് കർത്താവിൻ്റെ സ്നേഹം എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുകയാണ്. അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റാനായിട്ട് തുടങ്ങിയത്. പൂർണ്ണമായിട്ടും മാറ്റിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാറ്റം അവിടെ ആരംഭിക്കുകയാണ്. കാരണം അതും പടിപടിയായിട്ടുള്ള ഒരു വെളിച്ചമാണ് ദൈവം തന്നുകൊണ്ടിരുന്നത്. ആ ധ്യാനത്തിൽ വെച്ച് എല്ലാം കൂടി ഇങ്ങോട്ട് തരുന്നില്ല, പകരം ഒരു വെട്ടം ദൈവം തരികയാണ്. പക്ഷേ കർത്താവിനെ രുചിച്ചറിയാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് നമുക്ക് ദാഹമുണ്ടാകുന്നു, അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടാകുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് പോകും തോറും പതുക്കെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുന്നു, നമ്മൾ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഈശോയെ നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈ സ്റ്റേജിൽ ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് വരെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ തോമാസ് ലീഹ പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച ആദ്യത്തെ വ്യക്തി തോമാസ് ലീഹായാണ്. അപ്പോൾ ഭാരതത്തിലെ സഭയ്ക്ക് സത്യത്തിൽ സന്തോഷിക്കാൻ ഒരുപാട് കാര്യമുണ്ട്. കാരണം യേശുവിൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ദൈവമേ എന്ന് വിളിച്ച മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ തോമാസ് ലീഹായാണ്. നിങ്ങൾ സുവിശേഷങ്ങൾ മുഴുവൻ വായിച്ചു നോക്കുക, ആരും യേശുവിൻ്റെ മുഖത്ത് നോക്കി എൻ്റെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെല്ലാവരും സാഷ്ടാംഗം വീണ് ആരാധിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ കേട്ടു. പക്ഷേ യു ആർ മൈ ലോർഡ് മൈ ഗോഡ്, അങ്ങ് എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കുപയോഗിച്ചുകൊണ്ട് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാൻ തോമാസ് ലീഹായ്ക്ക് ദൈവം അവിടെ വച്ച് ഒരു വെളിപാട് കൊടുക്കുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കുകയാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരാൾ ആത്മഹത്യ ചെയ്തു, യൂദാസ്. ബാക്കി 11 പേരാണ്, അതിൽ 10 പേരും അവിടെ ഉണ്ട്.
എന്നാൽ ഒരാൾ അവിടെ ഇല്ല. ഈ തോമസ് ലീഹ മാത്രം എന്തിന് പുറത്തു പോയി എന്ന് സത്യത്തിൽ ഇന്ന് വരെ വ്യാഖ്യാനിക്കാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല. ചിലർ പറയുന്നത് തോമസ് ലീഹ സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കാൻ പോയെന്നാണ്. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് കൂട്ടിന് ആരെങ്കിലും പോയേനെ. ഇദ്ദേഹത്തെ ഒറ്റയ്ക്ക് മാത്രം വിട്ടിട്ട് ബാക്കി 9 പേരും കൂടി ഇതിൻ്റെ അകത്ത് ഇരിക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചിലർ പറയുന്നത്. എന്തായാലും നമുക്കറിയത്തില്ല. ഇദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെ കാണാൻ വരുന്ന സമയത്ത് തോമസ് ലീഹ അവിടെ ഇല്ലായിരുന്നു. ഇതൊരു സന്ദേശമാണ്. അതായത് നമ്മൾ സഭയുടെ കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നത്. നമ്മൾ എന്ത് കാര്യത്തിൻ്റെ പേരിൽ ഒറ്റയാൻ പട്ടാളമായിട്ട് മുന്നോട്ട് പോയാലും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളിവിടെ ഓർപ്പിക്കുന്നത്. തോമ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ഈശോ തോമായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നില്ല. പകരം വീണ്ടും തോമ കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്ന് ശിഷ്യന്മാരോടുകൂടി ആയിരിക്കുമ്പോഴാണ് കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 133-ാമത്തെ സങ്കീർത്തനം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ 1-ാമത്തെ വചനം ഇങ്ങനെയാണ്: സഹോദരങ്ങൾ ഏക മനസ്സോടെ വസിക്കുന്നത് എത്ര സന്തോഷപ്രദമാണ്. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും സമൃദ്ധമായ ജീവന് നൽകുന്നത്. അതായത് ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നിടത്താണ് ദൈവത്തിൻ്റെ മഹത്വം വരുന്നത്. തോമ കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്നതും വീണ്ടും കർത്താവ് വരികയാണ്. ഈ സമയത്ത് കർത്താവ് തൻ്റെ മുറിവുകൾ കാണിച്ചുകൊണ്ട് തോമയോട് പറയുന്നുണ്ട്, നീ നിൻ്റെ വിരൽ കൊണ്ടുവന്ന് എൻ്റെ കൈകളിലിടുക, നിൻ്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ വിലാപ്പുറത്ത് വെച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇത് വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. തോമ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഈ സമയത്ത് തോമ കാണുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായമാണ് തോമ അവിടെ കാണുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള ഭാഗമാണ്. ആ ഭാഗം തോമായ്ക്ക് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് തോമ വിളിക്കുന്നത് ഗുരുവേ എന്നല്ല, മൈ ലോർഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ ആധിപത്യമുള്ളവനെ, എൻ്റെ മേൽ കർത്തൃത്വമുള്ളവനെ, എൻ്റെ കർത്താവേ, എൻ്റെ ഭരണം നടത്തുന്നവനെ, എൻ്റെ സർവ്വമേ. 2, എൻ്റെ ദൈവമേ, നീ ദൈവമാണ്, അങ്ങും പിതാവും ഒന്നാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. യു ആർ മൈ ഗോഡ്, അങ്ങ് എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് തന്നെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് യേശുവിനെ ദൈവമായിട്ട് ഇന്നും ആരാധിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പലർക്കും ഒരു സംശയമുണ്ട്, ദൈവത്തിന് ഇതുപോലെ മനുഷ്യനായിട്ട് മാറാനായിട്ട് പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കിഡ്നി കൊടുക്കുന്നു, അപ്പന്മാർ മക്കൾക്ക് കിഡ്നി കൊടുക്കുന്നു. ഒരു വീട്ടിൽ ആരുടെയെങ്കിലും കിഡ്നി തകർന്നു പോകുമ്പോൾ സ്നേഹമുള്ളവർ ഈ കിഡ്നികൾ തമ്മിൽ ചേരുമെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മുമ്പിൽ തന്നെ ഇതൊക്കെ നടക്കുകയാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിഡ്നി ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ, കണ്ണുകൾ കൊടുക്കാൻ, പിന്നെ ലിവർ കൊടുക്കാൻ എന്നുള്ളൊരു അമ്മ കരൾ പറിച്ചു കൊടുക്കുന്നു. നമ്മളിതെല്ലാം സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്. ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ മനുഷ്യനാകാൻ എന്താണ് പ്രിയപ്പെട്ടവരെ ബുദ്ധിമുട്ട്? ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ അതിന് നിർബന്ധിച്ചു. നമ്മളെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതിരുന്നതിനാൽ, മറ്റൊരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ചെയ്യത്തില്ലായിരുന്നു. മറ്റൊരു മാർഗവും ഇല്ലായിരുന്നതിനാൽ ദൈവം മനുഷ്യനായി വന്ന് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ അതിന് നിർബന്ധിച്ചു. അതുകൊണ്ടാണ് ദൈവം സ്നേഹമാകുന്നത്. അല്ലാതെ കിളികളും പൂക്കളും സൃഷ്ടിച്ചത് കൊണ്ട് മാത്രം ദൈവം സ്നേഹമാകണമെന്നില്ല. അതിലൊക്കെ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയുമാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. സ്നേഹമുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടും കാണുന്നത് അവിടുന്ന് നമുക്ക് വേണ്ടി മനുഷ്യനായി വന്ന് അടിയേറ്റ് തൊപ്പലേറ്റ് മരിച്ചതിലാണ്. എനിക്ക് പകരക്കാരനാകാൻ ദൈവം തയ്യാറായതിലാണ്. എനിക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ അവിടുന്ന് ശിക്ഷ ഏറ്റെടുത്തപ്പോഴാണ് ദൈവം സ്നേഹമാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവം സർവശക്തനാണ്, ദൈവം പരിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിർത്താം. പക്ഷെ ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നത്, എനിക്ക് കിട്ടേണ്ട അടി ഏറ്റുവാങ്ങാൻ തയ്യാറായി വന്ന് എന്നെ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായതാണ് സ്നേഹം. ആ സ്നേഹമാണ് യേശു. അതാണ് തോമ തിരിച്ചറിഞ്ഞത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ സത്യം പ്രഘോഷിക്കാൻ അദ്ദേഹം പാക്കപ്പൽ കയറി കൊടുങ്ങല്ലൂരെത്തി. അദ്ദേഹം കേരളത്തിൽ സുവിശേഷവും പറഞ്ഞു. സഭ സ്ഥാപിതമായി ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. കാരണം യേശു ദൈവമാണ് എന്ന് തോമ തിരിച്ചറിഞ്ഞതിനാൽ തോമായ്ക്ക് യേശുവിന് വേണ്ടി മരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഈ വെളിപാടുകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം പരിശുദ്ധാത്മാവ് തരട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം യേശുവിനോട് കൂടുതൽ ചേർന്ന് ജീവിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവമേ,
അവിടുത്തെ ആത്മാവിനെ തന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധിയിൽ വളരാൻ, അഭിഷേകത്തിൽ വളരാൻ, വെളിപാടിൽ വളരാൻ അവിടെ നിങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.